എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് കയ്യിൽ കയറി പിടിക്കും. അതൊന്നൊരു പാവമല്ലാത്ത കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ബൈക്കിന്റെ പുറകിരുന്ന് പോകണ രംഗം കണ്ടാൽ ലവ് ബേഡ്സ് പോകുന്നത് പോലെ അള്ളാഹു കാക്കുമാറാകട്ടെ. ചാടിക്കേറി അങ്ങ് പോവാ. ചേട്ടന്റെ ഭാര്യ അനിയൻ എന്ന് പറഞ്ഞ അവന്റെ തോളിൽ കയറി പോകുന്ന കാലം അത് പാപമാണെന്ന് ആരും പറയണമില്ല. ജ്യേഷ്ഠൻ തന്നെ പറയുന്നുണ്ട് അനിയന്റെ കൂടെ പൊക്കോളാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് തന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിലൊന്ന് പിടിക്കുമ്പോ അവളോട് പറയണം, മിന്നി അഖാഫുല്ലാഹ്. ചെറുപ്പക്കാരനോട് പറയണം, മോനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരിയാണ്. ആ പെണ്ണിനോട് പറയണം, സുഹൃത്ത് ബന്ധമൊക്കെ വല്ലാത്തതാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സുകളാണ്. പക്ഷേ ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയാൻ കഴിയണം, പൊന്നുമോര് നീ എന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ. ഇന്നി അഖാഫുല്ലാഹ്. എനിക്കല്ലാനെ പേടിയാ, പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയാൻ കഴിയണം, പൊന്നുമോര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ബൈക്കിന്റെ പുറകിരുന്ന് പോകണ രംഗം കണ്ടാൽ ലവ് ബേഡ്സ് പോകുന്നത് പോലെ അള്ളാഹു കാക്കുമാറാകട്ടെ. ചാടിക്കേറി അങ്ങ് പോവാ. ചേട്ടന്റെ ഭാര്യ അനിയൻ എന്ന് പറഞ്ഞ അവന്റെ തോളിൽ കയറിപ്പോന്ന കാലം അത് വ്യഭിചാരമാണ്, പാപമാണെന്ന് ആരും പറയണമില്ല. ജ്യേഷ്ഠൻ തന്നെ പറയുന്നുണ്ട് അനിയന്റെ കൂടെ പൊക്കോളാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് തന്നെയാ സഹോദര, വളരെ നിസ്സാരമായിട്ട് കാണുകയാ. കൂടെ പഠിക്കുന്നവരാകട്ടെ, കുടുംബത്തിലെ പെണ്ണുങ്ങളാകട്ടെ, അന്യ പെണ്ണുങ്ങളാകട്ടെ, എന്റെ ശരീരത്ത് തുടരുത്. സ്നേഹബന്ധമൊക്കെ ചേട്ടത്തിക്കും അനിയത്തി, ഇവിടെ എന്താ മൈനി എന്നാ പറയാ, ജ്യേഷ്ഠന്റെ ഭാര്യക്ക് എന്താ പറയാ, ജ്യേഷ്ഠത്തി. അങ്ങടെ നാട്ടിൽ മൈനി എന്ന് പറയും. ജ്യേഷ്ഠത്തി ആയാലും കൊള്ളാം, അനിയത്തി ആയാലും കൊള്ളാം. എന്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് 2 സ്വർഗം. പള്ളി കെട്ടിക്കൊടുത്തവന് 2 സ്വർഗം ഉണ്ടോ? പറകാക്കാമാരെ ഉണ്ടോ? ഉറക്കം വരുന്നില്ലേ? സദസ്സിരുന്ന് സ്വർഗത്തിരുന്ന് ഉറങ്ങണമെങ്കിൽ അതിന് യോഗം വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫ്രീ ആയിട്ടെല്ലാം കിട്ടും. ഇന്ന് ഫ്രീ ആയിട്ട് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സമയത്താണ് നാം അള്ളാഹുവിനെ ഭയക്കേണ്ടത്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം. പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഹൃദയത്തിനകത്ത് അള്ളാഹു കേറണം മോളെ. ആ അള്ളാഹിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മനിതാ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് സുലൈഖ എന്ന രാജകുമാരി യൂസുഫിന്റെ മുമ്പിൽ വന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് യൂസുഫിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ യൂസുഫേ? പടച്ചവനെ, രാജകുമാരിയാണ് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത്. അവിടെ നിന്ന് പറയുന്നു, യൂസുഫേ, ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്താലും ഒരാളും അറിയില്ല യൂസുഫേ, എന്റെ മോഹമെന്ന് സാധിപ്പിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈഖ ബീബി യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് യാചിക്കുമ്പോ അവിടെ നിന്ന് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുലൈഖ ഖാല മഅദല്ലാഹ്.
സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാ സുലൈഖ, എനിക്കല്ലാനെ പേടിയാ സുലൈഖ. എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങള്, സുലൈഖ ബീബിയുടെ ചരിത്രം പഠിക്കണം മോള്. നിനക്ക് പാട്ട് കേട്ട് മാത്രമല്ലേ അറിയുകയുള്ളൂ. എന്നാ സുലൈഖ ആരെന്നറിയോ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേറി പിടിച്ച സുലൈഖയ്ക്കൊരു മറുചരിത്രമുണ്ട് പെങ്ങള്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കണമല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്ന് പ്രവാചകനായിട്ടില്ല. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ടാ ചോദിക്കുന്നത്, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ. ഒരാളും കാണില്ല, ഒരാളും അറിയില്ല, എല്ലാ സാഹചര്യം അനുകൂലമാണ്. ആ സമയത്താണ് യൂസുഫ് പറയുന്നത്, എനിക്കല്ലാനെ പേടിയാ സുലൈഖ, എനിക്കല്ലാനെ പേടിയാ സുലൈഖ. നമുക്ക് ചരിത്രമറിയാം. ആ സുലൈഖ ബീബി റളിയല്ലാഹു തആലയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ഇത് അല്ലാഹ് ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞാലുള്ള മാറ്റമാണ് മനസ്സിലാക്കേണ്ടത്. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് വരെ വലിച്ചു കീറി. ദേഷ്യം തീരാതെ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു. വർഷങ്ങളോളം ജയിലിൽ കിടന്നു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പ്രവാചകനായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. കല്യാണമെല്ലാം കഴിഞ്ഞു. പക്ഷേ മണിയറയിലേക്ക് ചെല്ലുമ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ സഹകരിക്കുന്നില്ല. തന്റെ ഭർത്താവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയോട് ചോദിക്കുന്നു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയം നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. ഇന്ന് അല്ലാഹു എന്നെ നിനക്ക് ഹലാലാക്കി തന്നിരിക്ക, എന്തേ നീ സഹകരിക്കാത്തെ? ഇന്ന് നീ എന്റെ ഭാര്യ, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇന്ന് അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല? അപ്പോഴാണ് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കേറി പിടിച്ചത്. പക്ഷെ ഇന്ന് എന്റെ ഹൃദയം മുഴുവനും യൂസുഫേ നീയല്ല, അല്ലാഹ്. ഇന്നെന്റെ ഹൃദയം മുഴുവനും അല്ലാഹുവാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹദിയായ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവൻ ഒരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവർക്ക് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമാവുള്ളത്, എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാണുള്ളത്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, രണ്ട് സ്വർഗമുണ്ടോ ഒരാൾക്ക്. പള്ളി കെട്ടിക്കൊടുത്തവനല്ല, നോമ്പ് പിടിച്ചവനല്ല, സദക്ക കൊടുത്തവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, നിസ്കരിക്കുന്നവനല്ല. അല്ലാഹു പറയുന്നു, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുന്നു, കുടിക്കടാ കള്ള്. ബിയർ കുപ്പി നിന്റെ കയ്യിൽ തന്നിട്ട് കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സുകൾ മുഴുവനും കുടിച്ചുകൊണ്ട് പറയുന്നു, നീ ആണാന്ന് പറഞ്ഞ് നടക്കല്ലടാ, കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് നിന്റെ ചുണ്ടിന്റെ മുമ്പിലേക്ക് ബിയറിന്റെ കുപ്പിയെടുത്ത് തരുമ്പോ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ അവൻ സ്വർഗത്തിൽ കടക്കില്ല. ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടിയാ, എനിക്കെന്റെ പടച്ചറപ്പിനെ പേടിയാ എന്ന് പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം രണ്ട് സ്വർഗമാടോ. ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാണ്. കാരണം എന്താ? ഒരാളെ ഉമർ ഇഷ്ടപ്പെടണമെങ്കിൽ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലല്ല, റോഡിന്റെ സൈഡിലല്ല, പള്ളിയുടെ മുറ്റത്തല്ല, മോനെ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഒന്നാമത്തെ സഫിലോ. പടച്ചവനെ 5 നേരം ബാങ്ക് വിളിക്കുമ്പോഴും ഒരൊറ്റ ബാങ്ക് പോലും മുടക്കാതെ പള്ളിക്കകത്ത് വരുന്ന ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടടോ. അവൾക്ക് ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. എന്ത് ചെയ്തിട്ടും വഴങ്ങുന്നില്ല, അവിടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പെണ്ണൊരു തീരുമാനമെടുക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈന്തപ്പന മരങ്ങളുള്ള ഇരുട്ടുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അവിടെ നിന്ന് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്ന ചെറുപ്പക്കാരാ, എന്റെ ആഗ്രഹമെന്ന് സാധിച്ചതോ, എന്റെ മോഹമെന്ന് സാധിച്ചതോ. കൂടെ പള്ളാഹുബേ ആ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറയുകയാ, കൈകാലുകൾ വിറയ്ക്കുകയോ. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ മാറിടത്തിൽ പിടിച്ചു കിടത്തി ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ അല്ലാഹുവേ, അവിടെ നിന്ന് കരയുകയോ, അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് നടന്നു വരുന്ന വഴിയിൽ ബോധമില്ലാതെ കിടക്കുകയാ. യാത്രക്കാരവിടെ നിന്ന് കാണുകയാണ്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. പ്രായം ചെന്ന പിതാവ് ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി മോനെ? വാപ്പാ, ഹസറത്ത് ദുനിയാ വല്ലാഹിറോ. എന്റെ ദുനിയാവും എന്റെ ആഖിറവും പോയി വാപ്പാ. എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ. ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാ, ഇത് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ എന്റെ പൊന്നുമോ തെറ്റുകാരനല്ല, ആ പെണ്ണാണ് തെറ്റ് ചെയ്തത്, അവളാണ് കയറിപ്പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനെ സമാധാനിപ്പിക്കുമ്പോ പൊന്നാര മകന്റെ നിലവിളിയുടെ ശബ്ദമുയരുകയാണ്. വാപ്പാന് പേടിയായി, എന്റെ മോ മരിച്ചു പോകുമോ അല്ലാ, എന്റെ മോ മരിച്ചു പോകുമോ അല്ലാ. അടുത്ത് ചെന്നിരുന്ന് സമാധാനിപ്പിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു, വാപ്പാ ഖലീഫ ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കൂ. പടച്ചവനെ, വാപ്പ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. തന്റെ പൊന്നാര മകന്റെ ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഇവൻ നിരപരാധിയാ. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് വാപ്പാരെ പറഞ്ഞു വിട്ടു. വാപ്പ ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്ന് മസല ചോദിച്ചു. എന്നിട്ട് തന്റെ പൊന്നാര മകനോട് പറയാ, വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, നരകത്തിന്റെ അവകാശിയായല്ലോ.
കോടതിയിൽ വ്യഭിചാരിയെ പോലെ പോകണമല്ലോ. പേടിച്ച് കരഞ്ഞ് നിലവിളിച്ചു മരിച്ചുപോയടോ. വാപ്പ വീട്ടിലേക്ക് വരുമ്പോ മരിച്ചു കിടക്കുന്ന പൊന്നുമോനെ കാണുകയാണ്. റബ്ബേ, ഈ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കുമ്പോ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിക്കൊടുക്കുകയാ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഓടി വരും, കയ്യിൽ കയറി പിടിക്കും. കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് കയ്യിൽ കയറി പിടിക്കും. അതൊന്നൊരു പാവമല്ലാത്ത കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യരുത്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിയണം. പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു സ്വർഗം, നോമ്പ് പിടിച്ചവൻ ഒരു സ്വർഗം, ഇവർക്ക് എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ചെയ്യലല്ല. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അള്ളാഹു എന്നോട് ചോദിക്കുമല്ലോ, അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയണമല്ലോ എന്ന് ഭയന്നുകൊണ്ട് ആ തെറ്റ് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. രണ്ട് സ്വർഗമുണ്ടടോ, അവനാണടോ രണ്ട് സ്വർഗമുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയോ, അള്ളാനെ ഭയക്കണം ചെറുപ്പക്കാരാ, അള്ളാനെ പേടി വേണം മോനെ. പാപം ചെയ്യാത്ത ഒരാളുമില്ലല്ലോ. നമ്മളാരും മലക്കുകളല്ല, മഅ്സൂമീങ്ങളല്ല, പ്രവാചകന്മാരല്ല. നമ്മളെല്ലാവരും പാപികളാണ്. വഅദ് പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാടോ. പക്ഷേ പാപം ചുമക്കല്ലേ. ഏറ്റവും നല്ലവനാരെന്നറിയോ? ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം നടക്കാൻ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, വന്ന പിഴവുകൾ മുഴുവനും ഇന്ന് തന്നെ പടച്ചറപ്പിനോട് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചുമന്നുകൊണ്ട് നടക്കരുത്. കാരണം മരണം എപ്പ എവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യടോ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങടോ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബയ്ക്ക് കുറവൊന്നുമില്ലല്ലോ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ. 27-ാം രാവിന്റെ രാത്രിയിൽ മാത്രം ചെയ്യാറുള്ള ഒരു സാധനമാണ് തൗബയെന്ന് കരുതി നടക്കുന്നവരുണ്ടല്ലോ. ഇല്ല സഹോദരാ, തൗബയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും തൗബയെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യാറുണ്ട്. ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പറയുന്നത് ഒരു വാക്കാണോ? അതിൽ ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. മണിക്കൂറുകൾ നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസ് വേണമടോ. മനസ്സിലാകാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുക. ഖലീഫ ഉമർ തങ്ങൾ, ഉസ്താദ് ഖലീഫ് ഉമർ തങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടു. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഓഫീസിനകത്തിരിക്കുക.
ഉമർ തങ്ങൾ ഓഫീസിനകത്തിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കാണാൻ കയറി വന്നു. ഇയാള് റൂമിനകത്ത് കയറിയിട്ട് ഇറങ്ങി പോണില്ല, ചുമ്മാതെ കാര്യം പറഞ്ഞോണ്ടങ്ങ് ഇരിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ തങ്ങള് ആ കത്തിച്ച് വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. പെട്ടെന്ന് ഇയാള് വൈലന്റായി. നീ എന്താ എന്നെ പരിഹസിക്കുന്ന ഉമർ? എന്തിനാ വിളക്കണച്ചേ? ഉമർ തങ്ങളുടെ നേരെ കടന്നിട്ട് കുടുംബക്കാരൻ വല്ലാത്ത ബഹളം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഹോദരാ, ഈ വിളക്കിനകത്തൊഴിച്ചിരിക്കുന്ന എണ്ണ ഉമറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ബൈത്തുൽ മാലിലെ പൈസ കൊടുത്തു വാങ്ങിച്ചതാ. എടാ, നീ എന്നോട് കുടുംബകാര്യം പറയുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ ഞാൻ നാളെ അള്ളാന്റെ അടുക്കൽ കണക്ക് പറയണമെന്ന് പേടിച്ചിട്ടാ ഞാൻ അണച്ചത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പള്ളിയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ കമ്മിറ്റിക്കാരോ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കൊണ്ട് കമ്മിറ്റി ഓഫീസിനകത്തിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കയറി കല്യാണം വിളിക്കാൻ വന്നതാ. ഓൻ പോണില്ല, അവിടെ തന്നെ ഇരിക്കാം. ഓൻ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക, എഴുന്നേറ്റ് പോകണില്ല. ആ സമയത്ത് ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണോന്നായി പറഞ്ഞതിനർത്ഥം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓഫാക്കുന്നത് പോട്ടെ, ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെ? ബാത്റൂമിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് വരെ, അതിനകത്ത് കപ്പ് വരെ കെട്ടിയിട്ടിരിക്കുക. എന്താ നമ്മുടെ അവസ്ഥ? ഇതാണ് ഇന്നത്തെ അമാനത്തിന്റെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പറയുന്നത് ഒരു വാക്കാണോ? അതിൽ ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. മണിക്കൂറുകളെ നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസ് വേണമടോ, ഇഖ്ലാസ് വേണമടോ. മനസ്സിലാകാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചങ്ങാതി ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹം ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നു. ഇദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു, ഉമർ തങ്ങൾ ഈ മനുഷ്യനെയും കണ്ടു. രണ്ടുപേരും നേർക്ക് നടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരാള് നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു, അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു. ആ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാണ്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നു വരുന്നത്. എതിരെ വരുന്നതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരാളല്ല ഉമർ തങ്ങള്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മനുഷ്യനാ. അപ്പൊ ഉമർ തങ്ങളാണ് വരുന്നത്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നു പോകുന്നത്. ഈ മനുഷ്യന് മനസ്സിലായി, ഇന്നത്തോടുകൂടി എന്റെ കാര്യം തീർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്, ഉമർ തങ്ങൾ ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെന്നാ കരുതിയിരുന്നത്. എന്താണല്ലോ ചിലരുടെ കോലമൊക്കെ വെച്ച് നോക്കും. അങ്ങനെ ഉമർ തങ്ങൾ കരുതിയിരുന്നത് ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാ. അപ്പൊ ഇദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ആ നടന്നു വരുന്ന വഴിയിൽ 2 കണ്ണും അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഇന്ന് വരെ ചെയ്തത് തെറ്റാണ്. അള്ളാഹുവേ, ഇന്ന് വരെ ഞാൻ ചെയ്തത് തെറ്റാണ്. പടച്ചവനെ, ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി ഇതെന്റെ കൈ കൊണ്ട് തൊടില്ല അല്ലാ എന്നൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഈ വാക്കു പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ സലാം പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും ആ മനുഷ്യൻ ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി സലാം പറഞ്ഞു. എന്താണ് കയ്യില്?
എന്താണ് കയ്യില്? ആ മനുഷ്യൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. അത് കള്ള. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേടിച്ച് തുറന്നു നോക്കി, ആ കള്ള് സുറുക്കയായി മാറി എന്ന ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ മാറി? എങ്ങനെ മാറി? ആ മനുഷ്യൻ പറഞ്ഞ ഒരേ ഒരു വാക്ക്, അല്ലാഹുവേ ഞാൻ ചെയ്യുന്നത് പാപമാ അല്ലാ, പടച്ചവനെ ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഈ ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുത്തിയാ, മരിക്കുന്ന കാലം വരെ തൊടില്ല അല്ലാ. ആ മനുഷ്യനവിടെന്ന് പറയുകയോ, ആ മനുഷ്യനവിടെന്ന് പറയുകയോ, പടച്ചവനെ ഇഖ്ലാസ് ഉണ്ടായിരുന്നടോ. ആ പറഞ്ഞ ഒരു വാക്കിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു കള്ള് സുറുക്കയാക്കി മാറ്റിക്കൊടുത്തത്, ആ മനുഷ്യനെ എവിടെന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷേ ആ ഇഖ്ലാസ് നമുക്കില്ലല്ലോ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എടോ പറയുന്നത് ഒരു വാക്കാണോ? ഒരസ്തഗ്ഫിറുല്ലാ മതിയടോ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാ. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ വേണ്ട. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരസ്തഗ്ഫിറുല്ലാ മതി പാപം പൊറുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് ജനങ്ങൾ വന്നിട്ട് പറയുന്ന, മൂസാ നബിയേ വെള്ളമില്ല നബിയേ, മഴയില്ല നബിയേ, ക്ഷാമമാണ് നബിയേ, മൃഗങ്ങൾക്ക് പോലും കുടിക്കാ വെള്ളമില്ല നബിയേ, അതുകൊണ്ട് മഴ പെയ്യാ ദുആ ചെയ്യട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് വന്നിട്ട് അനുയായികൾ പറയുമ്പോ മൂസാ നബി പറയുകയാ, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാറ്, ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാ പറയുകയാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ മഴ തരണേ അല്ലാ, വെള്ളക്ഷാമമാണല്ലോ, കരുണ കാണിക്കണേ അല്ലാ. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് പറയുന്നത്, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാ, 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ഒരാള് നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ എഴുന്നേറ്റ് പോകണം. ആ മനുഷ്യനെ എഴുന്നേറ്റ് പോകാതെ മഴ വരൂല. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു പറഞ്ഞു. 70,000-ഓളം വരുന്ന ജനമുണ്ടായിരുന്നു. മൂസാ നബി അവിടുന്ന് വിളിച്ചു പറഞ്ഞു, 40 കൊല്ലമായി അള്ളാഹുവിനെ നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് പോകണം, അദ്ദേഹം എഴുന്നേറ്റ് പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പരസ്പരം നോക്കി ആരാണ് എഴുന്നേറ്റ് പോകുന്നത്, ആരാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. എല്ലാവരും പരസ്പരം നോക്കുക, ആരും എഴുന്നേറ്റ് പോയില്ല. ആ കൂട്ടത്തിൽ ആ 40 കൊല്ലമായി പാപം ചെയ്ത് നടക്കുന്ന മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ചിന്തിച്ചു, പടച്ചവനെ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും. ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയില്ല. ആ മനുഷ്യൻ ചിന്തിച്ചു, പടച്ചവനെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴയും കിട്ടൂല. ഞാൻ അത്രയും വലിയ പാപിയാണോ അല്ലാ, ഞാൻ അത്രയും വലിയ ദ്രോഹിയാണോ അല്ലാ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് കുറ്റബോധമുണ്ടായി. ആ മനുഷ്യന്റെ മനസ്സു മാറി. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് 2 മുട്ടുകാലിലേക്ക് തന്റെ തല താഴ്ത്തി പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് ആരും കേൾക്കാത്ത സ്വരത്തിൽ പറഞ്ഞു, പടച്ചവരെ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാനെ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് തമ്പുരാനെ, ഞാൻ സമ്മതിക്കുന്നു റഹ്മാനെ. അള്ളാഹുവേ, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് നിന്നോട് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ. ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവേ പടച്ചവനെ, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല, ഇനി ഒരു കാലത്തും ഞാൻ നിന്നെ മറന്നു നടക്കൂല. അള്ളാഹുവേ, നിന്നെ ഭയന്നുകൊണ്ട് ഞാൻ ജീവിക്കും. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാ. എന്നിട്ട് ആ മനുഷ്യൻ അവസാനം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണം തമ്പുരാനെ. അള്ളാഹുവേ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ ഈ ജനങ്ങൾക്ക് നീ മഴ കൊടുക്കണം തമ്പുരാനെ. ഈ മനുഷ്യൻ പറഞ്ഞു തീരേണ്ട താമസം ആകാശത്ത് മഴയുടെ അടയാളം വരാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടുകൂടി എഴുന്നേറ്റോടാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങി. മുസാ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത അത്ഭുതം, എങ്ങനെ മഴ പെയ്തു പടച്ചവനെ? ആരും എഴുന്നേറ്റ് പോയില്ല. പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, മൂസാ നബിയേ, ആ 40 കൊല്ലം അള്ളാഹുവിനെ മറന്ന് നടന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചതിന്റെ സന്തോഷത്തിലാ അള്ളാഹു മഴ തന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്ന വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മളുടെ ദുആ അള്ളാഹു തള്ളപ്പെടില്ല. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയുകയാ, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മരിക്കാൻ കിടക്കുന്ന സമയം അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറഞ്ഞ് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന്, ആ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഷഹീദിനെ പോലെ മരണപ്പെടുന്ന ആ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, അവൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. അള്ളാഹു നമുക്ക് ആ ഭയം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.